നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഏങ്ങണ്ടിയൂരിൽ സ്കൂട്ടറിന് പുറകിൽ ലോറിയിടിച്ച് സ്കൂട്ടർ യാത്രിക മരിച്ചു. ചേറ്റുവ കറപ്പം വീട്ടിൽ അബ്ദുൾ സലാമിന്റെ ഭാര്യ ജെറീനയാണ് മരിച്ചത്. കൊടുങ്ങല്ലൂരിൽ വാഹനങ്ങൾക്ക് നേരെയുള്ള ആക്രമണം തുടരുന്നു. ആനാപ്പുഴയിൽ 3 ടിപ്പർ ലോറികൾ തല്ലിത്തകർത്തു. SNDP യോഗം നാട്ടിക പഞ്ചായത്തിൽ മൈക്രോ ഫിനാൻസ് വാർഷികവും കുടുംബ സംഗമവും നടന്നു. വാർത്തകൾ വിശദമായി. ഏങ്ങണ്ടിയൂരിൽ മീൻ കയറ്റി വന്ന ലോറി സ്കൂട്ടറിന് പുറകിലിടിച്ച് സ്കൂട്ടർ യാത്രിക മരിച്ചു. ചേറ്റുവ കറപ്പം വീട്ടിൽ അബ്ദുൾ സലാമിന്റെ ഭാര്യ ജെറീനയാണ് മരിച്ചത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ ഏത്തായി സെന്ററിലായിരുന്നു അപകടം. ചേറ്റുവയിൽ നിന്ന് വാടാനപ്പള്ളി ഭാഗത്തേക്ക് വരികയായിരുന്ന ജെറീന സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറിന് പുറകിൽ അമിത വേഗതയിലെത്തിയ മിനി ലോറി ഇടിക്കുകയായിരുന്നു. ചേറ്റുവ ബംഗ്ലാവ് കടവിൽ നിന്ന് മീൻ കയറ്റി വന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ ജെറീനയെ എക്സ് പ്രവർത്തകർ തൃശൂർ വെസ്റ്റ് ഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ചാവക്കാട് സ്വദേശിനിയായ ജെറീനയും കുടുംബവും കഴിഞ്ഞ ഏതാനും നാളുകളായി ചേറ്റുവയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയാണ്. കൊടുങ്ങല്ലൂർ ആനാപ്പുഴയിൽ 3 ടിപ്പർ ലോറികൾ തല്ലിത്തകർത്തു. ആനാപ്പുഴയിലെ വടക്കേടത്ത് രാജേഷിന്റെ ലോറികൾക്ക് നേരെയാണ് വ്യാഴാഴ്ച രാത്രി ആക്രമണം നടന്നത്. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്തു. കൊടുങ്ങല്ലൂരിൽ ഒരാഴ്ചക്കിടെ സാമൂഹിക വിരുദ്ധരുടെ ആക്രമണത്തിനിരയായത് 7 വാഹനങ്ങളാണ്. മേത്തലയിലെ കടുക്കച്ചുവടിൽ കാർ തീവച്ച് നശിപ്പിക്കപ്പെട്ടതും മേത്തല കണ്ടംകുളത്ത് ടിപ്പർ ലോറികൾ തല്ലിത്തകർക്കപ്പെട്ടതും കഴിഞ്ഞ ദിവസമായിരുന്നു. പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ മോട്ടോർ ബൈക്കും കൊടുങ്ങല്ലൂർ അറക്കത്താഴത്ത് ഓട്ടോറിക്ഷയും തീവച്ച് നശിപ്പിക്കപ്പെടുകയുണ്ടായി. എടവിലങ്ങിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ പെട്ടി ഓട്ടോറിക്ഷയും കഴിഞ്ഞ ദിവസം തല്ലിത്തകർത്തിരുന്നു. കാട്ടൂർ വെള്ളാനിയിൽ ഓട്ടോറിക്ഷ കത്തി നശിച്ചു. ഇരിങ്ങാലക്കുട സ്വദേശി റോജിയുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഓട്ടോറിക്ഷ. ഇയാളുടെ ഡ്രൈവറുടെ വീടിന് സമീപം പാർക്ക് ചെയ്തിരുന്ന ഓട്ടോയാണ് അർദ്ധരാത്രിയിൽ കത്തി നശിച്ചത്. സാമൂഹ്യവിരുദ്ധർ തീവെച്ചതാണെന്നും സംശയമുണ്ട്. കാട്ടൂർ പോലീസിൽ പരാതി നൽകി. മണപ്പുറം ഫൗണ്ടേഷന്റെ ജനരക്ഷ മണപ്പുറം സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്കുള്ള ചെക്ക് വിതരണം നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ഹാളിൽ തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ദിലീപ് കുമാർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളുടെ പ്രീമിയ തുക പരിപൂർണമായി മണപ്പുറം ഫൗണ്ടേഷൻ കഴിഞ്ഞ 3-5 കൊല്ലമായി അടച്ചു വരികയാണ്. ഏകദേശം നേരത്തെ ബാബുലേട്ടൻ സൂചിപ്പിച്ചതുപോലെ മാർച്ച് മാസത്തിൽ ഇതിന്റെ പ്രീമിയം അടയ്ക്കുമ്പോൾ 1 കോടി രൂപ പ്രീമിയമായി നമ്മുടെ ആരുടെ കയ്യിൽ നിന്നും പ്രീമിയ തുക ഈടാക്കാതെ 1 കോടി രൂപ മണപ്പുറം ഫൗണ്ടേഷൻ തന്നെയാണ് ഇതിന്റെ പ്രീമിയ തുക അടയ്ക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു ധനകാര്യ കോർപ്പറേറ്റ് സ്ഥാപനമായി മാറിയ മണപ്പുറം ഗ്രൂപ്പ് ഓഫ് കമ്പനി അതിന്റെ സാമൂഹിക പ്രതിബദ്ധതയോട് കൂടിയുള്ള നിരവധി പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് അന്ന് ഈ ദൗത്യം ഏറ്റെടുത്തത്. ആ ദൗത്യം ഏറ്റെടുക്കുന്നതോടൊപ്പം തന്നെ പിന്നെ ഈ ഇൻഷുറൻസ് പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം ചികിത്സ കഴിഞ്ഞ് അവരെ അതിന് ആവശ്യമായ എല്ലാ രേഖകളും തയ്യാറാക്കുന്നതിനും ഈ ക്ലെയിം അനുവദിച്ചു കിട്ടുന്നതിനും വേണ്ട എല്ലാ സഹായവും ഈ ഫൗണ്ടേഷന്റെ ജീവനക്കാർ തന്നെ ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും സന്തോഷകരമായ വസ്തുത. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ്, മണപ്പുറം ഫൗണ്ടേഷൻ MD VP നന്ദകുമാർ, MV വിമൽകുമാർ, ലിജി നിതിൻ, KM സുപ്രഭ, NR ബാഹുലയൻ, ജസ്ന VR എന്നിവർ സംസാരിച്ചു. പഞ്ചായത്തിലെ 60 ഗുണഭോക്താക്കൾക്കായി 3,80,470 രൂപയാണ് വിതരണം ചെയ്തത്. KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല നയിക്കുന്ന കേരള യാത്രയ്ക്ക് വേണ്ടിയുള്ള ഫണ്ട് ശേഖരണം തളിക്കുളത്ത് TN പ്രതാപൻ MLA നേതൃത്വത്തിൽ ആരംഭിച്ചു. MLAയുടെ വാർഡായ 13ാം വാർഡിൽ നിന്നാണ് ഫണ്ട് ശേഖരണം തുടങ്ങിയത്. കോൺഗ്രസ് തളിക്കുളം മണ്ഡലം പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി, വാർഡ് പ്രസിഡന്റ് PS സുൽഫിക്കർ, വാർഡംഗം ജീജ രാധാകൃഷ്ണൻ എന്നിവരും MLAയോടൊപ്പം ഉണ്ടായിരുന്നു. കേരളത്തിലെ എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും അവരുടെ സ്വന്തം ബൂത്തുകളിൽ KPCC ഫണ്ട് പിരിവിന് വേണ്ടി നിർബന്ധമായും രംഗത്തിറങ്ങണമെന്ന് KPCCയുടെ ആഹ്വാനമുണ്ടായിരുന്നു. കോൺഗ്രസ് നിയമസഭയിലെ കക്ഷിയുടെ ചീഫ് വിപ്പ് എന്ന നിലയിൽ ഞാൻ ജനിച്ചു വളർന്ന് താമസിക്കുന്ന സ്വന്തം വാർഡിൽ തളിക്കുളം പഞ്ചായത്തിലെ 13ാം വാർഡിൽ ഇന്ന് ഫണ്ട് ശേഖരണത്തിന് വേണ്ടി ഇറങ്ങുകയാണ്. ഈ ഫണ്ട് ശേഖരിച്ച് ഒരു വീതം KPCCക്കും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിക്കും ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിക്കും മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികൾക്കും നൽകുകയാണ്. പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ സാന്ത്വനം ചികിത്സാ പദ്ധതിക്ക് തളിക്കുളം ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി.
പഞ്ചായത്തിലെ 2ാം വാർഡിൽ കിടപ്പ് രോഗിയായ ഏരല്ലാൻ വേണുവിന് എയർബെഡ് നൽകി TN പ്രതാപൻ MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PI ഷൌക്കത്ത് അലി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം CM നൌഷാദ് മുഖ്യ അതിഥിയായിരുന്നു. ഡോക്ടർ K ലത, PM അബ്ദുൾ ജബ്ബാർ, പ്രമീള സുദർശനൻ എന്നിവരും സംസാരിച്ചു. ഈ വർഷം 2,61,000 രൂപയുടെ ചികിത്സാ പദ്ധതിയാണ് നടപ്പിലാക്കുന്നത്. മറ്റുള്ളവരുടെ പരസഹായം വേണ്ടി വരുന്നവരുമായ നിരവധി ആളുകൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവരുടെ പലപ്പോഴും കുടുംബാംഗങ്ങൾക്ക് അവരുടെ ചികിത്സാ ചെലവും ചികിത്സാ സൗകര്യവും നിർവഹിക്കാൻ കഴിയാതെ അങ്ങേയറ്റം സങ്കടപ്പെടുന്ന സാഹചര്യത്തിലാണ് പലരും ജീവിച്ചു പോകുന്നത്. മനുഷ്യരെല്ലാവരും ഒരു ദിവസം മരിക്കപ്പെടും. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ അവർക്ക് ഒരു സമാധാനപൂർവമായ ജീവിതം കൊടുക്കുക എന്നുള്ളതാണ് മനുഷ്യരായ നമ്മളെല്ലാവരെയും കടമ. ആ ഒരു ആശയം വെച്ചുകൊണ്ട് ഇന്ത്യയിൽ ആദ്യമായാണ് ആശ്രയ പദ്ധതി തുടങ്ങിയത്. ഇന്ത്യയിൽ ആദ്യമായി കേരളത്തിലാണ്. ഇനിയൊരു ഇടവേള.